ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖല ഏതൊക്കെയാണെന്ന് ആദ്യം തീരുമാനിക്കും. അതിനുശേഷം ഓരോ ഓഹരികളുടെയും അടിസ്ഥാന വിശകലനം നടത്തണം. നിക്ഷേപിക്കേണ്ടത് എപ്പോഴാണ് എന്ന് ഉള്ള തീരുമാനം താഴത്തേക്ക് വരുന്ന സമയത്ത് വേണം. ഇപ്പം പെട്ടെന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പല ഷെയർസിനെ സംബന്ധിച്ചോളം അത് നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു നല്ല അവസരമാണ്. അപ്പോൾ ഉയർച്ചയും താഴ്ചയും ഒരു നല്ല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം പ്രദാനം ചെയ്യുന്നത് നല്ല നല്ല അവസരങ്ങളാണ്. ഓഹരി വിപണിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഏതൊക്കെ മേഖലകളാണ് നാം നിക്ഷേപം നടത്തുവാൻ ഉദ്ദേശിക്കുന്നതെന്നൊരു ഏകദേശ ധാരണ നമുക്കുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പല മേഖലകൾ, ഊർജ മേഖലയുണ്ട്, IT മേഖലയുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലയുണ്ട്, അങ്ങനെ നമുക്ക് നിരവധിയായ മേഖലകളുണ്ട്. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമായൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പല മേഖലകളിലെ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഓഹരികൾ, നിക്ഷേപയോഗ്യമായ ഓഹരികളെ കണ്ടുപിടിച്ച് അതിനകത്ത് പല ഓഹരികളിലായിട്ട് നിക്ഷേപിക്കുന്നതാണ് എപ്പോഴും ഉചിതം. കാരണം എന്തെങ്കിലും നമ്മുടെ കണക്ക് കൂട്ടലുകളോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസിൽ എന്തെങ്കിലും പെട്ടെന്നൊരു വീഴ്ച വന്നാലും നമ്മുടെ നിക്ഷേപത്തെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഹരി വിപണിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉയർച്ചയും താഴ്ചയുമാണ്. ഓഹരി വിപണി ഉയർന്നുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ താഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഏത് അവസരത്തിലാണ് അതിൽ ഓഹരി വിപണിയിൽ പ്രവേശിക്കേണ്ടത് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഉയർന്ന വിലയിൽ ഓഹരികൾ വിൽക്കാൻ സാധിച്ചെന്ന് വരില്ല, ഏറ്റവും താഴ്ന്ന വിലയിൽ വാങ്ങാനും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിപ്രോ എന്ന് പറയുന്ന ഷെയറിൻ്റെ ഒരു വർഷത്തെ ഏകദേശം താഴ്ന്ന വിലയിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. ഇനിയും അത് അധികം താഴേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇപ്പോൾ നമുക്ക് അത് നിക്ഷേപം ആരംഭിക്കാവുന്ന ഒരു ഷെയറാണ്. നമ്മൾ നിക്ഷേപിച്ചു, ഇന്ന് നിക്ഷേപം നടത്തി, നാളെ കുറച്ചുകൂടെ താഴേക്ക് പോയെന്ന് വരാം. അപ്പം നാം ഇന്ന് വാങ്ങിയതിൻ്റെ കാര്യം കുറച്ചുകൂടെ കൂടുതൽ ഷെയർ വാങ്ങേണ്ടി വരും. അങ്ങനെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് ആവറേജ് ചെയ്തിട്ട് ഒരു ആവറേജ് കോസ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് റോക്ക് ബോട്ടം, ഏറ്റവും താഴത്തെ വില അല്ലെങ്കിൽ തന്നെ അതിനടുത്തുള്ള ഒരു വിലയിൽ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയും. അതുപോലെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴാണ് വിൽക്കേണ്ടത്? ആ വിൽക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മളൊരു വരുമാനം നമ്മളതിനകത്ത് ആദ്യം തന്നെ നിൽക്കും. നമുക്കൊരു 20% എന്ന ഒരു വരുമാനം അഷ്വേർഡ് ആക്കണമെങ്കിൽ 20% ഉയർച്ച കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയ തോതിൽ നമുക്ക് വിൽപ്പന ആരംഭിക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഏത് മേഖലയിലാണ് നിക്ഷേപം നടത്തേണ്ടത്, ഏത് ഓഹരിയിലാണ് നിക്ഷേപം നടത്തേണ്ടതെന്ന് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും നാം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖല ഏതൊക്കെയാണെന്ന് ആദ്യം തീരുമാനിക്കണം. ഊർജ മേഖല, IT മേഖല, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖല. ആ മേഖല തിരിച്ച് ഒരു സെറ്റ് ഓഫ് ഷെയർസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. അതിനുശേഷം ഓരോ ഓഹരികളുടെയും അടിസ്ഥാന വിശകലനം നടത്തണം. അതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഷെയർ ചെറുതോ വലുതോ ഏതുമാട്ടെ അത് നമുക്ക് വളരെ പ്രോമിസിങ് ആണ്. കാരണം ഈ പുറത്തൊക്കെയുള്ള നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഹൈലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള റിസർച്ച് ടീം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഷെയർസിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കും അങ്ങനെയുള്ള ഷെയർസിനൊരു പ്ലസ് കൊടുക്കേണ്ടി വരും. അതൊന്ന്. അതുപോലെ ഞാൻ പറഞ്ഞു, നിക്ഷേപിക്കേണ്ടത് എപ്പോഴാണ് എന്ന് ഉള്ള തീരുമാനം താഴത്തേക്ക് വരുന്ന സമയത്ത് വേണം. ഇപ്പം പെട്ടെന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പല ഷെയർസിനെ സംബന്ധിച്ചോളം അത് നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു നല്ല അവസരമാണ് വരുന്നത്. അപ്പോൾ ഉയർച്ചയും താഴ്ചയും ഒരു നല്ല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം പ്രദാനം ചെയ്യുന്നത് നല്ല നല്ല അവസരങ്ങളാണ്. ആ അവസരത്തിന് അനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാകാൻ കഴിയും.